പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി എന്താ പറയുക, അവന്റെ കാമുകിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവൾ സെലക്ട് ചെയ്യുന്ന കാമുകനെ, ഭർത്താവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങാതിയെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ബൈക്ക് മാത്രം കണ്ടിട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ പറ്റിയെന്നാ. ആ ബൈക്കിൽ ഒഴിക്കേണ്ട പെട്രോളിന്റെ പൈസ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ബാപ്പിയും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചോ? ഈ പറക്കുന്ന മുടി കുത്തനെ നിൽക്കാൻ 2400 റുപ്യ വേണം പോലും, ഇങ്ങനെ മുടി മാസത്തിൽ ഇങ്ങനെ നിൽപ്പിക്കാൻ. ആ 2400 റുപ്യ ഈ ചെക്കൻ എവിടെ നിന്നാണ് അധ്വാനിച്ച് കൊണ്ടുവന്നതെന്ന് ഈ കാമുകി, അത് കാമുകി മോശം കാമുകി ഒന്നല്ല, BSc 2ാം വർഷ കെമിസ്ട്രി സ്റ്റുഡന്റ് ആണ് കാമുകി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഏറ്റവും മനോഹരമായ കുടുംബത്തിൽ പിറന്ന ഒരു അഫാൻ ഇങ്ങനെ വീട്ടിൽ 5 പേരെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വലത്തെ വശത്തിരിക്കുന്ന, ഇടത്തെ വശത്തിരിക്കുന്ന, പുറകു വശത്തിരിക്കുന്ന മകൻ അഫാനായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം ദൃഢമാവുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു, അവിടെയുള്ള ആ ഉമ്മയെ 29 വെട്ടുവെട്ടി കഴുത്തറത്തു കൊന്ന ആ മകൻ പഠിച്ച സ്കൂൾ തിരുവമ്പാടി സ്കൂളാണ് പോലും. 10ാം ക്ലാസ് വരെ ഏറ്റവും നല്ല ദീനി ബോധത്തോടു കൂടി മദ്രസയിലും സ്കൂളിലും പഠിച്ച ചെക്കൻ കൃത്യം 2 വർഷം കൊണ്ട് ഒരു ഉമ്മയെ 29 വെട്ടുവെട്ടി കഴുത്ത് കീറാൻ മാത്രം വളർന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എന്തിനാ പോറ്റുന്നത്? ഉപ്പയും ഉമ്മയും മക്കളും തമ്മിൽ എന്താണ് ബന്ധം? ഈ അഫാനും ഈ ചങ്ങാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ലജ്ജയുമില്ലാതെ കയറി വന്ന വാക്കുകൾ ഒന്നും തന്നെ അവർ രണ്ടുപേരും പറഞ്ഞത്. അഫാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞെന്നറിയോ, പോലീസേ ഞാൻ 7 ആളെ കൊല്ലണം എന്ന് വിചാരിച്ചതാ, പക്ഷെ സമയമായി പോയോണ്ട് 5 ആളെ കൊന്നിക്കുള്ളൂ എന്ന്. ഇതേ സമയം ഈ ഉമ്മയെ കൊന്ന ആ പൊന്നുമകൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞെന്നറിയോ, പോലീസേ ഞാനൊരു കൊലപാതകം നടത്തിയിട്ടാ വരുന്നത്. ആരെയാണ് നീ കൊന്നതെന്ന് ചോദിച്ചപ്പോ ഒരു ലജ്ജയുമില്ലാതെ ഓൻ പറഞ്ഞ മറുപടി എന്നറിയോ, ഒരു ചെറിയ കൊലപാതകം, എൻ്റെ ഉമ്മയെ. എന്തിനാണ് നീ നിന്റെ ഉമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ മറുപടി, എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്നാ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുഖത്ത് ഇപ്പോഴും സങ്കടമില്ല. കാരണം നിങ്ങളെ മക്കളൊക്കെ ഗംഭീരന്മാരാണ്, A+ ഉണ്ട്, നല്ല സ്കൂളാണ് പഠിക്കുന്നത്, ഓനായി മൊബൈൽ ഫോൺ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സഹതാപമുണ്ട് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ.